ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിശ്വനെയും വിനായകനെയും മാഷയും പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ നിരത്തി നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് സാബു വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അതെ സത്യം പറഞ്ഞോ, നിങ്ങളുടെ മകൻ എവിടെയാണെന്ന്. അപ്പോൾ ആരൊന്നും മിണ്ടുന്നില്ല കേട്ടോ. എന്താ ആരൊന്നും മിണ്ടാത്തത്? നിങ്ങളുടെ മകൻ അവിടെ വന്നു, വരുണിനെ കൊന്ന ശേഷം വിക്രം അവിടെ വന്നിട്ടുണ്ടെന്നുള്ള തെളിവുകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വെറുതെ കള്ളം പറയാനൊന്നും നിൽക്കണ്ട, മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ, അവൻ എവിടെയാണെന്ന്. അവൻ നിങ്ങൾ 3 പേരും കൂടി ഒളിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ. ഇവരൊന്നും പറയാതെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അയാൾക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. എന്താണ് താനൊന്നും പറയാത്തതെന്ന് വെച്ചിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് വിനായകൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണേ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, വിനായക നീ സത്യം പറഞ്ഞോ, നിൻ്റെ അനിയൻ എവിടെയും ചോദിക്കുകയാണ്. അപ്പോൾ അറിയില്ല സാറേ എന്ന് പറയും. അതിനുശേഷം വിശ്വൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. വിശ്വം നീ സത്യം പറയും, വിക്രം എവിടെയാണ് എന്ന് ചോദിക്കും. അപ്പോൾ വിശ്വനും പറയുന്നുണ്ട് വിക്രത്തിന് അറിയില്ല എന്ന്. അതിനുശേഷം മാഷയുടെ അടുത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് മാഷോട് ചോദിക്കുന്നു, മര്യാദയ്ക്ക് സത്യം പറഞ്ഞു മാഷേ, അല്ലെങ്കിൽ വേറെ പണി തരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്താണ് കേട്ടോ. വരുണിനെ കൊന്ന ശേഷം അവൻ എവിടേക്ക് പോയി എന്ന് പറയുമ്പോൾ, വരുണിനെ കൊന്നത് വിക്രമാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം, നിങ്ങൾ കണ്ടു എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വരുണിനെ കൊന്നത് അവനാണെന്ന് ചാർത്താനായിട്ട് കണ്ണി കണ്ട അവന്മാരെന്നൊക്കെ ഏഴാംകൂലികളെ നിന്നൊക്കെ കാശ് മേടിച്ച് ഞങ്ങളുടെ അടുത്ത് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കണമെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ മാഷ്. ഇത് കേട്ടോട് കൂടിയിട്ട് അയാൾക്ക് ദേഷ്യം വരികയാണ്. അപ്പം അയാൾ ദേഷ്യത്തോട് കൂടിയിട്ട് മാഷോട് പറഞ്ഞേ, പന്ന മാഷെ വെറുതെ എൻ്റെ വാലിരിക്കുന്ന കേൾക്കണ്ട കേട്ടോ, ഇത് പോലീസ് സ്റ്റേഷനാണ്, തനിക്ക് ന്യായം വിളമ്പാനുള്ള സ്ഥലമല്ല, മര്യാദയ്ക്ക് സത്യം പറഞ്ഞോന്ന് അങ്ങനെ പറയാൻ കേട്ടോ. അപ്പം മാഷ് പറയും, ഞങ്ങൾ പറഞ്ഞത് സത്യം തന്നെയാണ്, വിക്രം അവിടെ വന്നിരുന്നു എന്നുള്ളത് സത്യമാണ്, അത് ഞങ്ങൾ നിങ്ങളോട് തുറന്നു പറഞ്ഞതല്ലേ, പക്ഷേ അവൻ എവിടെയാണ് പോയതെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ വീണ്ടും സാബുവിന് ദേഷ്യം വന്നിട്ട് സാബു ഓരോന്നൊക്കെ വിളിച്ചു പറയുകയാണേ. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, അവൻ ഈ കൊലപാതകം ചെയ്തിട്ടില്ല, അതെനിക്ക് ഉറപ്പുണ്ട്, എന്നോട് തുറന്ന് പറഞ്ഞിട്ടാണ് പോയത്, അവനിത് ചെയ്തിട്ടില്ല എന്നുള്ളത്, വെറുതെ ആവശ്യമില്ലാത്തത് നിങ്ങളാണ് പറഞ്ഞുണ്ടാക്കുന്നത്. പിന്നെ അവനൊരു നല്ല പുള്ളി, അവൻ്റെ പേരിൽ എത്ര കേസുകളുണ്ടോ എന്ന് പറയാണ്. ആ കേസുകളൊക്കെ എങ്ങനെയാണ് വന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഒരു കേസിൽ പോലും അവൻ ഇതുവരെ കോടതി ശിക്ഷിച്ചില്ലല്ലോ, എന്നിട്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ മാഷ്. ലാസ്റ്റ് മാഷ് മറ്റുള്ളവരിൽ നിന്ന് കാശും മേടിച്ചും കഴിഞ്ഞിട്ട് വാദം നിരത്തി കഴിഞ്ഞിട്ട് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് മാഷ് ദേഷ്യപ്പെടുമ്പോൾ പെട്ടെന്ന് തന്നെ സാബു ആനൊരു അടി അടിക്കുകയാണ് കേട്ടോ മാഷിൻ്റെ മുഖത്തേക്ക്. അപ്പോഴേക്കും വിശ്വനും വിനായകനൊക്കെ അങ്ങനെ അയ്യോ അച്ഛാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അതിനുശേഷം സാബു അകത്തേക്ക് പോവുകയാണ്. എന്നിട്ട് പറഞ്ഞിട്ട് ഇവന്മാരെ ആ റൂമിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് വിക്രമിനെയാണ് കേട്ടോ. വിക്രമ പെട്ടെന്ന് തന്നെ സ്വപ്നം കണ്ട് ഇങ്ങനെ ചാടി എഴുന്നേക്കാണ്. അപ്പോൾ ട്രിപ്പ് ഇട്ടിരിക്കുന്നതൊക്കെ വിക്രമിൻ്റെ കൈൻ്റെ മുകളിലേക്ക് വീഴുന്നുണ്ട്. അപ്പോൾ വിഷിത ഓടി വരികയാണ് കേട്ടോ. എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ വിക്രം ഒന്നും പറഞ്ഞില്ല. എന്താ വേദന ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ കൈമൂന്ന് ബ്ലഡൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ വിഷിത വേഗം തന്നെ അതൊക്കെ ക്ലീൻ ചെയ്ത് ഡ്രിപ്പൊക്കെ വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്ത് പറ്റിയതെന്ന് ചോദിക്കാൻ കേട്ടോ. ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് പറയാൻ കേട്ടോ. ആണോ? എൻ്റെ വീട്ടുകാരെ അവർ വെറുതെ വിടില്ല, അതൊക്കെ വെറുതെ തോന്നുന്നതാവും വിക്രം, ഈ നാട്ടിൽ നിയമവ്യവസ്ഥയൊക്കെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഈ വക ടെൻഷൻ, എനിക്ക് വേദന ഒന്ന് വിളിക്കണം എന്ന് പറയട്ടോ. ശരി എന്ന് പറഞ്ഞിട്ട് വേദന വിളിച്ചു കൊടുക്കുകയാണേ. അപ്പോൾ വിക്രമല്ല നമ്മൾ ഇഷിതനോട് വേദ ചോദിക്കണം, എന്താ കാര്യം ഇഷിതാന്ന് ചോദിക്കുമ്പോൾ വിക്രമിനാണ് സംസാരിക്കേണ്ടത്, ഞാൻ വിക്രമിനെ കൊടുക്കാം, എന്താ വിക്രം എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് കേട്ടോ. എനിക്കൊരു സമാധാനമില്ല വേദ, ഞാനൊരു സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നം എന്ന് ചോദിക്കും. അച്ഛനെ ഏതോ ഒരു മൈതാനത്തിൽ കെട്ടിയിട്ടിരിക്കുന്നു, എന്നിട്ട് കുറേ പേര് ചേർന്നിട്ട് കല്ലെറിയുന്നതൊക്കെയാണ് ഞാൻ കണ്ടത് എന്ന് പറയും. എനിക്കിവിടെ കെടുക്കാൻ പോലും പറ്റുന്നില്ല, ആകെ ഒരു സമാധാനക്കുറവ്, അവരെ എന്തെങ്കിലും ചെയ്ത് കാണുമോ ആരെങ്കിലും എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതൊക്കെ വിക്രമിൻ്റെ വെറുതെ തോന്നുന്നതാണ്, അത് ശരിയായിരിക്കും, ഞാൻ കണ്ട സ്വപ്നം തെറ്റായിരിക്കും, പക്ഷേ അച്ഛനോ അല്ലെങ്കിൽ വീട്ടുകാർക്കോ എന്തെങ്കിലുമൊക്കെ ആപത്ത് സംഭവിച്ചിട്ടുണ്ടാവും വേദ, എനിക്ക് അവരെക്കുറിച്ചൊന്ന് അന്വേഷിക്കുമെന്ന് ചോദിക്കണം. അതിനെന്താ, ഞാൻ അന്വേഷിക്കാം, വിക്രം വിഷമിക്കൊന്നും വേണ്ട, ഞാൻ വേണ്ടത് ചെയ്തോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാണ് കേട്ടോ. അതിന് ശേഷം നേരെ കമലാമ്മയ്ക്ക് വിളിക്കുകയാണ് കേട്ടോ. വേദന നമ്പർ കണ്ടോട് കൂടിയിട്ട് കമലാമ്മ ഭയങ്കരമായിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് ഫോൺ എടുക്കാൻ കേട്ടോ. മോളെ എന്ന് പറഞ്ഞിട്ട് ഒറ്റ കരച്ചിലാണ്. എന്നിട്ട് മോളെ എന്തിനാണ് മോളെ ഇവിടെ നിന്ന് പോയത്, ഈ സമയത്ത് മോളും ഇവിടെ വേണ്ടതായിരുന്നു, മോളും വിക്രമും ഇല്ലാതെ അമ്മയ്ക്ക് ഒരു സമാധാനം ഇല്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ വേദ പറയാണ്, എനിക്ക് അമ്മയുടെ ശബ്ദം ഒന്ന് കേൾക്കണം എന്ന് തോന്നി, മോള് വരുമോ, മോളുടെ അടുത്ത് മാഷ അന്ന് വന്നപ്പോൾ തിരിച്ചു വന്നപ്പോൾ
വിളിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോൾ അധിക കാലമൊന്നും ആ വീട്ടിൽ നിൽക്കില്ല, ഉടനെ തന്നെ തിരിച്ചു വരുന്നു. അത് സത്യമാണോ മോളെ? മോൾ ഇങ്ങോട്ട് തിരിച്ചു വരും മോളെ? മോളും വിക്രമും കൂടി സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനാണ് അമ്മയ്ക്ക് ഇഷ്ടം. ഇനി അതൊരിക്കലും നടക്കില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കാനായിട്ടോ. എന്നിട്ട് പൊട്ടിക്കറിയാണ് കേട്ടോ കമലാമ്മ. അത് കേൾക്കുമ്പോൾ വേദയ്ക്ക് ഇങ്ങനെ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വേദ കമലാമ്മനോട് പറയാണ്, അമ്മ ഇങ്ങനെ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ തിരിച്ചു വരും എന്ന് പറയാൻ കേട്ടോ. എന്താ മോളെ പറഞ്ഞത്? തിരിച്ചു വരുന്നോ എന്ന് ചോദിക്കണ്ട. അതെ, ഞാൻ തിരിച്ചു വരും അമ്മ വിഷമിക്കൊന്നും വേണ്ട. വിക്രത്തിൻ്റെ ഇപ്പോഴത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ലോ, അത് കഴിയട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്, എന്നിട്ട് ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ കമലാമ്മ പറയും, മോൾ അമ്മനെ പറ്റിക്കാൻ വേണ്ടി പറയുന്നൊന്നുമല്ലല്ലോ, സത്യം തന്നെയല്ലേ മോൾ ഇതൊക്കെ പറയുന്നത്? ഞാൻ സത്യം തന്നെയാണ് അമ്മയെ പറയുന്നത്. ഞാൻ എന്തിനാ അമ്മനെ പറ്റിക്കാൻ വേണ്ടി പറയുന്നത്? ഞാൻ ഉറപ്പായിട്ടും തിരിച്ചു വരും. പക്ഷേ അമ്മ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ കാര്യം അമ്മയും ഞാനും മാത്രം അറിയാൻ പാടുള്ളൂ, വേറെ ആരോടും അമ്മ ഇത് പറയരുതെന്ന് പറയും. ഇല്ല മോളെ, അമ്മ ആരോടും പറയില്ല, പക്ഷെ ഒരാളോട് അമ്മ പറഞ്ഞോട്ടെ മോളെ, എൻ്റെ മാഷോട് ഇത് ഞാൻ പറഞ്ഞോട്ടെ, എൻ്റെ മാഷ് വരുമ്പോൾ ഞാനിതൊന്ന് പറഞ്ഞോട്ടെ മോളെ, മാഷിക്ക് ഭയങ്കര സന്തോഷമാവും എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അച്ഛൻ എവിടെയും ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ആ മോളെ ആ പോലീസുകാരൻ ഇന്നലെ രാത്രി വിളിച്ചിട്ടുണ്ടായിരുന്നു, വിശ്വനോടും വിനായകനോടും മാഷോടും കൂടി പോലീസ് സ്റ്റേഷനിൽ ചെല്ലാൻ. അവർ രാവിലെ തന്നെ അയാളെ വീണ്ടും വിളിച്ചിട്ടുണ്ടായിരുന്നു, പോയിട്ട് ഇതുവരെയും വന്നിട്ടില്ല മോളെ. ഞാൻ ആ വിഷമത്തിലിരിക്കുമ്പോൾ മോൾ എന്നെ വിളിച്ചത് മാത്രമല്ല, ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ആരെയും വിളിച്ചിട്ട് എടുക്കുന്നില്ലേ? ഇല്ല മോളെ, ആരെയും വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഞാനും ശ്രീജയും നന്ദിനി മാറി മാറി വിളിച്ചു നോക്കി, പക്ഷെ ആരും ഫോൺ എടുക്കുന്നില്ല എന്ന് പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ വേദയ്ക്ക് എന്തോ ഒരു അപകടം മണക്കാണ്. അങ്ങനെ വേദ പറയാണ്, സാരില്ല അമ്മേ, ഞാൻ എന്തായാലും ഒന്ന് സ്റ്റേഷനിലേക്ക് വിളിച്ചു നോക്കാം, അമ്മ വെറുതെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട മോളെ എന്ന് പറയട്ടോ. അമ്മയ്ക്ക് മോള് വിളിച്ചപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി, അതോടൊപ്പം മോള് വരും എന്ന് പറഞ്ഞപ്പം അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറയട്ടോ. അങ്ങനെ കട്ട് ചെയ്യാണ്. എന്നിട്ട് വേദ സ്റ്റേഷനിലേക്കൊക്കെ വിളിച്ചു നോക്കുകയാണ്. എന്നിട്ട് അവർ ഫോൺ എടുക്കാണ്ടാകുമ്പോൾ ദർശനെ വിളിക്കുകയാണ്. ദർശൻ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ എനിക്കിന്ന് ഹൈക്കോടതിയിൽ എറണാകുളത്ത് ഒരു കേസുണ്ട്, അപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയട്ടോ. ദർശ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയാൻ കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് അവർ ഫോൺ എടുക്കുന്നില്ല, ദർശൻ ഒന്ന് വിളിച്ച് നോക്കാൻ പറയും കേട്ടോ. അത് സാറില്ല, ഞാൻ വിളിച്ചോളാം, ആ കാര്യം ഞാൻ എന്തായാലും ഒന്ന് നോക്കട്ടെ. വേദ പ്രാക്ടീസിന് പോകുന്നില്ലേന്ന് ചോദിക്കുമ്പോൾ ഞാൻ തൽക്കാലം ശ്രീനിവാസൻ്റെ കേസ് നടക്കല്ലേ, അതിൻ്റെ അന്വേഷണം നടക്കല്ലേ, അപ്പോൾ അത് കാരണം വേറെ കേസൊന്നും ഏറ്റെടുത്തിട്ടില്ല എന്ന് പറയും കേട്ടോ. എന്തായാലും ഞാൻ സ്റ്റേഷനിലേക്ക് വിളിച്ച് നോക്കിയിട്ട് വിവരം വേദന അറിയിക്കാമെന്ന് പറയും കേട്ടോ ദർശൻ. അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ കട്ട് ചെയ്യാണ്. ഇതേ സമയം പോലീസ് സ്റ്റേഷനിലാണെന്നുണ്ടെങ്കിൽ 3 പേരെ ഇവിടെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അവൻ കാരണം നമ്മൾ തല്ലുകൊള്ളേണ്ടി വന്നു എന്നൊക്കെ പറയാണ് കേട്ടോ വിനായകൻ. അപ്പോൾ മാഷിക്ക് ദേഷ്യം വരികയാണ്. ആര് കാരണം എന്ന് ചോദിക്കാൻ കേട്ടോ. അല്ല, വിക്രമിനോടുള്ള ദേഷ്യം കാരണം എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഒരു വൈരാഗ്യം ഉണ്ടാവാനായിട്ട് നീയും കുറേ കാരണമായിട്ടുണ്ട് എന്ന് പറയും കേട്ടോ. അങ്ങനെ വിനായകനൊന്നും മിണ്ടാതെ നിൽക്കും. അതിനുശേഷം വിനായകനെ അകത്തേക്ക് കൊണ്ടുപോകും. സാബു ഇരിക്കാൻ പറയാനായിട്ടോ. അങ്ങനെ വിനായകൻ ഇരിക്കുന്ന സമയത്ത് ആ ഷൂ ഇട്ടിട്ട് കാലിൽ ചവിട്ടി അരയ്ക്കാണ്. എന്നിട്ട് പറയടാ, സത്യം പറയടാ, വിക്രം എവിടെ ഉണ്ടാന്നൊക്കെ ചോദിച്ചിങ്ങാട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം ചുമരുമ്പിലേക്ക് വലിച്ചെറിയുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് അടിയായിരുന്നു കേട്ടോ. അടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുനിച്ച് നിർത്തി ഒരുപാട് അടിക്കുന്നുണ്ട് വിനായകൻ. അവിടെ അലറി കരയാണ്. മാഷാണെന്നുണ്ടെങ്കിലും വിശ്വാണെന്നുണ്ടെങ്കിലും ആകെ വിഷമിച്ച് അലറി വിളിച്ച് കരയാണ്. വിനായക, എൻ്റെ മോനൊന്നും ചെയ്യില്ലേ സാറേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവരതൊന്നും കേട്ടില്ല, തല്ലിച്ചതച്ച് പുറത്തേക്ക് ഇടുകയാണ്. അതിനുശേഷം വിശ്വനെ കൊണ്ടുപോവുകയാണ് കേട്ടോ. അപ്പോൾ വിശ്വനോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ വിക്രം എവിടെയെന്ന് ചോദിച്ചിട്ട് അടിക്കുകയാണ് കേട്ടോ. ആകെ ഒരു കരച്ചിൽ വിശ്വം കാരണമുള്ളൂ. അത് കഴിഞ്ഞ ശേഷം ഷർട്ടിൻ്റെ കോളർ വായിൽ കടിച്ച് പിടിച്ചിട്ട് കരച്ചിൽ മുഴുവൻ അടക്കി പിടിക്കുകയാണ്. കാരണം അച്ഛൻ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് വിനായകൻ അടിച്ചപ്പോൾ അച്ഛൻ എന്തുമാത്രം വേദനിച്ചു എന്നുള്ളത് വിശ്വൻ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ വിശ്വൻ ഒരു കരച്ചിൽ പോലും പുറത്തേക്ക് വരാതിരിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോഴേക്കും മാഷ് ഇങ്ങനെ ഒച്ചെടുക്കുന്നുണ്ട്, വിശ്വ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒപ്പം മാഷ്ക്ക് നെഞ്ചത്ത് വേദനയും വരുന്നുണ്ട്. അപ്പോൾ വിശ്വനാണെന്നുണ്ടെങ്കിൽ കരയാതെ തന്നെ കൈകൂപ്പി പറയുന്നുണ്ട്, സാറേ ഞങ്ങൾക്ക് അറിയില്ല സാറേന്ന്. അപ്പോഴേക്കും വിശ്വനെ അത് കഴിഞ്ഞിട്ട് അടിച്ച് പുറത്താക്കുന്നുണ്ട്. അങ്ങനെ മാഷ്ക്കണ അപ്പോഴേക്കും മാഷ ആകെ തളർന്നിട്ടുണ്ടാവും. അപ്പോൾ വിശ്വം വന്നിട്ട് പറയുന്നുണ്ട്, അച്ഛൻ എന്നെ ഒന്നും ചെയ്തില്ല, അവരെന്നെ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛനെ കെട്ടിപ്പിടിക്കാനായിട്ടോ മാഷ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയാണ്. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. പ്രമോല് കാണിക്കുന്നത് ദീപ്തിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് വേദ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ ദീപ്തി പറയുന്നുണ്ട്, എനിക്ക് ആരെയും വിശ്വാസമില്ല, ആര് പറയുന്നതും എനിക്ക് കേൾക്കണ്ട, ഞാനങ്ങനെ ജീവിതം ഹോമിക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ വിക്രം അറിയാണ്, വേദ വിളിച്ച് പറയുകയാണ് സ്റ്റേഷനിൽ നടന്ന കാര്യമൊക്കെ. പിന്നെ ഇഷിതയുടെ സഹായത്തോടു കൂടിയിട്ട് വിക്രം പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ നാളെയാണ് സാബുവിനെ തല്ലി കൈയും കാലൊക്കെ ഓടിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് പ്രമോ കാണിച്ചിട്ടുള്ള വീഡിയോ. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.